അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട പ്രതിരൂപങ്ങളാണ് പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജും. എല്ലാ ഘട്ടത്തിലും പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തുന്ന പാരമ്പര്യമാണ് ജോർജിനും മകനുമുള്ളത്. നമുക്കറിയാം, പി.ജെ. ജോസഫ് എന്ന സാത്വികനായ നേതാവിൻ്റെ തണലിലായിരുന്നു പി.സി. ജോർജ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ വളർച്ച അത്രയും തന്നെ. എന്നാൽ 2006-11 കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പി.ജെ. ജോസഫിനിട്ട് എങ്ങനെ പണിയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പി.സി. ജോർജ് ആലോചിച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നതും. പിന്നീട് വി.എസിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന് പാരപണിയാൻ ഇറങ്ങിത്തിരിച്ചതോടെ പി.സി. ജോർജ് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താകുകയായിരുന്നു. രാഷ്ട്രീയ അനാഥത്വത്തിൻ്റെ ഈ അവസരത്തിൽ പി.സി. ജോർജിന് സംരക്ഷണം നൽകിയത് UDF എന്ന രാഷ്ട്രീയ മുന്നണിയായിരുന്നു. എന്നാൽ UDFനുള്ളിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പി.സി. ജോർജിന് ലഭിച്ച ചീഫ് വിപ്പ് എന്ന പദവിയും അതിൻ്റെ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് ആ മുന്നണിക്ക് പാരപണിയുന്ന പി.സി. ജോർജിനെയാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരൻ പി.സി. ജോർജ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും സോളാറിലെ വിവാദ നായികയെയും മുഖ്യമന്ത്രിയുടെ മുറിയിൽ വെച്ച് താൻ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന കടന്ന കള്ളവും പി.സി. ജോർജ് പറയുന്നതും നാം കേട്ടിട്ടുണ്ട്. പിന്നീട് UDFിലേക്ക് തിരികെ എത്തുവാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഇത് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ജോർജ് തന്നെ ഏറ്റു പറയുന്നതിനും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. KM മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഇടതുമുന്നണിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കുവാൻ പി.സി. ജോർജ് നടത്തിയ നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റതോടെയാണ് ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി പി.സി. ജോർജ് രംഗത്ത് വന്നത്. ആത്യന്തികമായി 2016 ആയതോടെ പി.സി. ജോർജ് ഇരു മുന്നണികളിൽ നിന്നും പുറത്താകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നിർണായകമായത് മുസ്ലിം വിഭാഗങ്ങൾ പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയായിരുന്നു. ഈ പിന്തുണയുടെ ആനുകൂല്യത്തിൽ തന്നെയാണ് പി.സി. ജോർജ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു കയറിയത്. ഈ ഘട്ടങ്ങളിലെല്ലാം പി.സി. ജോർജിൻ്റെ മുഖ്യ അനുയായി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആയിരുന്നു. 2016 മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടി നിയമസഭയിലെത്തിയ പി.സി. ജോർജിന് പിന്നീട് BJPയുടെ പണക്കൊഴുപ്പിന് മുന്നിൽ കണ്ണുമഞ്ഞളിക്കുന്നതിനും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തൻ്റെ പാർട്ടിയായ ജനപക്ഷത്തെ NDA പാളയത്തിലെത്തിച്ചുകൊണ്ടാണ് പി.സി. ജോർജ് ആദ്യമായി 2016-21 കാലഘട്ടത്തിൽ BJPയുമായി സഖ്യത്തിലേർപ്പെട്ടത്. എന്നാൽ താൻ പ്രതീക്ഷിച്ചതുപോലുള്ള നേട്ടങ്ങൾ NDAയിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിളിച്ച് BJP ബന്ധം ഉപേക്ഷിച്ച പി.സി. ജോർജിനെയും നാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുകയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീവ്രമായിട്ടുള്ള മുസ്ലിം വിദ്വേഷം ഇതര സമുദായങ്ങൾക്കിടയിലേക്ക് പടർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് ബാങ്കുകളുടെ ഏകീകരണത്തിലൂടെ വിജയിച്ചു കയറുവാനുള്ള ശ്രമങ്ങളാണ് പി.സി. ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഈ രണ്ട് സമുദായങ്ങളും ജോർജിനെ വിശ്വാസത്തിലെടുക്കാതെ വന്നതോടെയാണ് പി.സി. ജോർജ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് പൂഞ്ഞാർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോയത്. പിന്നീട് BJPയുടെ ഭാഗമായിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുള്ള കരുനീക്കങ്ങൾക്കാണ് പി.സി. ജോർജും മകനും പ്രാമുഖ്യം നൽകിയത്. ആത്യന്തികമായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോർജും മകനും BJP പാളയത്തിലേക്ക് പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ട് കടന്നു വന്നത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റോ പത്തനംതിട്ട സീറ്റോ ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ 2024 പത്തനംതിട്ടയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി അനിൽ ആൻ്റണിയെയും കോട്ടയത്തേക്ക് BJP സ്ഥാനാർത്ഥിയായി NDAയുടെ പ്രതിനിധിയായി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും എത്തിച്ചതോടെ സമനില തെറ്റിയ പി.സി. ജോർജിനെയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ ആൻ്റണിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ ഏറെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ പി.സി. ജോർജ് മാധ്യമങ്ങളോട് പോലും പങ്കുവെക്കുകയുണ്ടായി. അനിൽ ആൻ്റണിക്കെതിരെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്ന പി.സി. ജോർജ് പിന്നീട് നിലയ്ക്ക് നിന്നത് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ശക്തമായ താക്കീത് ലഭിച്ചപ്പോഴാണ്. ആ ഘട്ടത്തിലും കോട്ടയം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ പിന്നിൽ നിന്ന് കുത്തുവാൻ അച്ഛനും മകനും മടിച്ചില്ല എന്നതും വസ്തുതയാണ്. ഈഴവ സമുദായത്തിനെതിരെ പി.സി. ജോർജ് ഏറ്റവും നിന്ദ്യവും അവഹേളനപരവുമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അതിനെല്ലാ പിന്തുണയും നൽകി ജോർജിനെ സംരക്ഷിച്ചു പിടിക്കുവാൻ മകനായിട്ടുള്ള ഷോൺ ജോർജ് പരസ്യമായി തന്നെ രംഗത്തുമുണ്ടായിരുന്നു. അച്ഛനും മകനും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്കിട്ട് പാലം വലിച്ചതുകൊണ്ട് തന്നെയാണ് നിരവധി മണ്ഡലങ്ങളിൽ 2024 BJPക്ക് വലിയ നേട്ടമുണ്ടായപ്പോഴും കോട്ടയത്ത് തുഷാറിൻ്റെ സ്ഥിതി ദയനീയമായി പര്യവസാനിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ നിലകൊള്ളുന്ന മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന പി.സി. ജോർജിൻ്റെയും മകൻ്റെയും രാഷ്ട്രീയ പാരമ്പര്യമാണ്. ഇവർ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട പ്രതിരൂപങ്ങളാണെന്ന പരാമർശം പറയുവാൻ എന്നെ നിർബന്ധിതനാക്കുന്നത്.
അതുപോലെ പാലായിൽ ഇപ്പോൾ ഷോൺ ജോർജ് നടത്തുന്ന പ്രചരണങ്ങളുടെ ഇരട്ടത്താപ്പും ജനാധിപത്യ ബോധമുള്ള ഓരോ വോട്ടർമാരും തിരിച്ചറിയേണ്ടതുണ്ട്. പാലായിൽ ഷോൺ ജോർജ് നടത്തുന്നത് RSS മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമോഫോബിയ പടർത്തുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളാണ്. ഇത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മലയാളിക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇവിടെ ഷോൺ ജോർജ് ബോധപൂർവം മറച്ചുവെക്കുന്ന അല്ലെങ്കിൽ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. പാലാ ടൗണിൽ മുസ്ലിം സമുദായത്തിൻ്റെ തീരെ സാന്നിധ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഒരു മോസ്ക് അവിടെ ഉയർന്നു വരുന്നത്. മുസ്ലിം സമുദായ അംഗങ്ങൾ തീരെയില്ലാത്തൊരു പ്രദേശത്ത് പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തെക്കേക്കരയിൽ ഒരു മോസ്ക് ഉയർന്നു വന്നതിന് പിന്നിൽ അണിയറയിൽ നീക്കങ്ങൾ നടത്തിയത് PC ജോർജ് ആണെന്നുള്ള വസ്തുത നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് ഈ മോസ്കിലേക്ക് ആരാധനയ്ക്കായി ഈരാറ്റുപേട്ടയിൽ നിന്ന് കൂട്ടത്തോടെ തീവ്ര നിലപാടുള്ള മുസ്ലിം വിഭാഗക്കാരെ എത്തിക്കുന്നതിന് മുൻകൈ എടുത്തിരുന്നതും PC ജോർജ് ആണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. KM മാണിയെ വെല്ലുവിളിക്കുവാനുള്ള PC ജോർജിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഇതെന്ന് ആ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ കടുത്ത നിലപാടുമായി ഇസ്ലാമോഫോബിയ പടർത്തിക്കൊണ്ടാണ് ഇന്ന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് രാഷ്ട്രീയ പ്രചരണവുമായി പാലായിൽ നേട്ടം കൊയ്യുവാൻ ലക്ഷ്യമിടുന്നത്. ഇവിടം കൊണ്ടും അവസാനിക്കുന്നതല്ല PC ജോർജിൻ്റെയും മകൻ്റെയും വൃത്തികെട്ട രാഷ്ട്രീയ നിലപാടുകളും പണത്തോടുള്ള ആർത്തിയുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കന്യാസ്ത്രീയെ ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഉയർന്നു വന്നപ്പോൾ കന്യാസ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് ബിഷപ്പിന് PC ജോർജ് നൽകിയ പരസ്യ പിന്തുണയ്ക്ക് പിന്നിലും സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുള്ള ചില കരുനീക്കങ്ങളായിരുന്നു എന്ന ആക്ഷേപം അന്നേ തന്നെ ഉയർന്നിരുന്നതാണ്. അതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി PR സൈബർ പ്രചരണങ്ങളുമായി ഷോൺ ജോർജ് രംഗത്തെത്തിയതിന് പിന്നിലും ഇത്തരം ലക്ഷ്യങ്ങളായിരുന്നു എന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും അവിശുദ്ധ രാഷ്ട്രീയ സഖ്യങ്ങൾ പരിപാലിക്കുന്നതിൽ PC ജോർജിനേക്കാൾ വൈദഗ്ധ്യം മകൻ ഷോൺ ജോർജിനുണ്ട് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വീണ വിജയനുമെതിരെ ഷോൺ ജോർജ് കടുത്ത നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് അയാളുടെ ആത്മസുഹൃത്ത് എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരിയാണ്. ബിനീഷ് കോടിയേരിയെ പോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ ഷോൺ ജോർജ് തൻ്റെ ആത്മസുഹൃത്തും ബിസിനസ് പങ്കാളിയുമായി കൊണ്ടു നടക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ധാർമ്മികതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ PC ജോർജ് ഒരു കാലഘട്ടത്തിൽ പാറമടകൾക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. ഇതും ചില കൃത്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായിരുന്നുവെന്ന് അന്നേ തന്നെ അങ്ങാടിപ്പാട്ടായ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ഷോൺ ജോർജ് ചില ബിനാമി പേരുകളിൽ നടത്തി വന്നിരുന്ന പാറമടകളുടെ കോമ്പറ്റീഷൻ ഇല്ലാതാക്കുവാനാണ് PC ജോർജ് പ്രകൃതി സ്നേഹവുമായി രംഗത്തെത്തിക്കൊണ്ട് പാറമടകൾക്കെതിരെ നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യമുള്ള, ആർക്കെതിരെയും എന്തു വിദ്വേഷ പ്രചരണവും നടത്തുവാൻ മടിയുമില്ലാത്ത ഈ അപ്പനെയും മകനെയും പാലായുടെയും പൂഞ്ഞാറിൻ്റെയും രാഷ്ട്രീയ മണ്ണ് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് അകറ്റി നിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പൊതുവെ വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് പാലായിലേക്ക് ഷോൺ ജോർജിൻ്റെ കടന്നുവരവ് വിവിധ മതങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവരുടെ പൂർവ്വകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകും. അതിനാൽ തന്നെ ആട്ടിൻതോലിട്ട ചെന്നായയെ പോലെ വികസനത്തിൻ്റെ വക്താവായി ഷോൺ ജോർജ് പാലായിലേക്ക് കടന്നു വരുമ്പോൾ അതിന് കൃത്യമായ ചില അജണ്ടകളുണ്ട്. അത് ആത്യന്തികമായി സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയായിരിക്കണം പാലായിലെ ഓരോ വോട്ടർമാരും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. PC ജോർജും മകനും പാലായിലും പൂഞ്ഞാറിലും പരാജയപ്പെടേണ്ടതിൻ്റെ കാരണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.